قال الشاعر العربي المشهور: كفاك ربك كم يكفيك وكفة كفكفها ككمين كان منك لك، تكر كرا ككر الكر في كبد، تحكي مشكشكة كلكلك لكك، كفاك ما بي كفاف الكاف كربته، يا كوكبا تحكي كوكب الفلك. أيها الأحبة الكرام، السلام عليكم ورحمة الله. نحن إن شاء الله سنسافر إلى غاية البحر اللغة العربية إن شاء الله. طيب മലയാളത്തിലാക്കണം. അറബി ഭാഷ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ശരിക്കും കേൾക്കാൻ രസമല്ലേ? അത് എന്തോ ഒരു ഡീപ്പ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ കേൾക്കുമ്പം തന്നെ എന്തോ ഒരു അട്രാക്റ്റീവ് പവറുണ്ട്. അത് ഭയങ്കര രസമാണത്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു പോയം അത് ഞങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരും. അത് ഏറ്റവും നല്ല രീതിയിൽ വായിക്കാൻ പറ്റുന്ന ആൾക്ക് സമ്മാനമുണ്ട്. അറബിയിൽ തന്നെ കാഫ് എന്നുള്ള ലെറ്റർ 40 പ്രാവശ്യം 4 സ്റ്റാൻസയിൽ വന്നിട്ടുള്ള ഒരു കവിതയാണ്. കഫാക റബ്ബുക കം യക്ഫീക വകിഫതൻ കിഫ്കഫുഹാ കകമീൻ കാന മിൻക ലക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമാണത്. ഈ അറബി ഭാഷ അത് പഠിക്കണം എന്നുള്ള ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങളെപ്പോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ അറബി ഭാഷ അങ്ങനെ പഠിക്കാനുള്ളൊരു സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. സെക്കൻഡ് ലാംഗ്വേജ് അറബി ഇല്ലേ ഇവിടെ? സെക്കൻഡ് ലാംഗ്വേജ് അറബി പഠിച്ചിട്ടുണ്ട്. പക്ഷേ അറബി ഭാഷയുടെ യഥാർത്ഥ പഠനം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കോളേജിലൊക്കെ കയറി കഴിഞ്ഞ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭംഗി, അതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുക. ഭയങ്കര രസമാണ്. ഇവിടെ ജാഫർ സാർ ഇവിടെ ഫോണിൽ എന്നെങ്ങനെ വിളിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു പ്രോഗ്രാം വെക്കാനുണ്ട്, വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഈ മാസം അവസാനം മക്കയിലേക്ക് തിരിച്ചു പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഡിസംബർ 18 എന്തായാലും പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഇവിടെ എക്സാമാണ്. അപ്പോൾ മുന്നേ ഉള്ള ഏത് ദിവസമാണ് പറ്റുക എന്നൊക്കെ ചോദിച്ചു. ഇപ്പോഴാണ് ജാഫർക്ക് പെട്ടെന്ന് പറഞ്ഞത്, നിങ്ങൾ ജാഫർ സാർ എന്നല്ല വിളിക്കല്, ജാഫർ സാർ പെട്ടെന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളെ ഉപ്പൻ്റെ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഇവിടെ മദീനത്തുൽ പ്രൊഫസറായിരുന്നു അറബിക് ലാംഗ്വേജിൻ്റെ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലൂടെ കുറേ ഓർമ്മകൾ ഇങ്ങനെ ഓടിപ്പോയി. കുറേ ഓർമ്മകൾ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി മൊത്തം അറബി പുസ്തകങ്ങളാണ്. ഇമാം റാസിയുടെ തഫ്സീർ റാസി ഉണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മജ്മുഅത്തുൽ ഫതാവ ഇബ്നു തൈമിയ്യ ഉണ്ട്. ഇബ്നു സഅദിൻ്റെ തഫ്സീറുണ്ട്. ഇബ്നു കസീറിൻ്റെ തഫ്സീറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഓഫീസ് റൂമിൽ ഇപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് പഠിക്കാവും. അപ്പോൾ ഞാനിതിങ്ങനെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. കേൾക്കുന്നില്ലേ? മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാഗ്രഹം, ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലൊക്കെ എന്തായിരിക്കും, എന്നിട്ട് ഇപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ട്. ഇപ്പം ഇങ്ങനെ കുറേ വായിക്കുന്നത് കാണുമ്പോൾ, കേൾക്കുന്നില്ലേ? ഇപ്പോൾ കുറേ വായിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതിലിപ്പോൾ എന്താ എത്രമാത്രം ഉള്ളത് എന്നുള്ളത്. ഈ പുസ്തകങ്ങളിലൊക്കെ ഇത്ര ഫോക്കസ്ഡ് ആയിട്ട് വായിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു. ഇപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞത് ഈ പുസ്തകങ്ങൾക്കുള്ളിലൊക്കെ നിധികളുണ്ട് എന്നുള്ളത്. ഈ പുസ്തകങ്ങൾക്കുള്ളിലൊക്കെ എന്താണ്? നിധികളുണ്ട് എന്നുള്ളത്. ഞാനിപ്പോൾ പറയാണ്, ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ ഇന്ന ഡിവിഷനിൽ ഇന്ന ബെഞ്ചിൻ്റെ അടിയിൽ ഞാൻ 1 കോടി രൂപ ഒളിപ്പിച്ച് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ ചെയ്യുക? നിങ്ങൾ ഈ സെഷൻ കഴിയുന്നവരെ അവിടെ ഇരിക്കുമോ? ഓടി പോലെ അടി ഉണ്ടാക്കും. എല്ലാവരും കൂടി അടി ഉണ്ടാക്കിയിട്ട് യുദ്ധം, മഹാലോകയുദ്ധം എന്നാണ് ഇനി വരെ അത് അവിടെ നടക്കും അല്ലേ? അപ്പോൾ ഇത് ഇപ്പം എൻ്റെ അടുത്തുനിന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഈ പുസ്തകങ്ങൾക്കുള്ളിലൊക്കെ എന്താണ് ഉള്ളത് എന്നുള്ളത് പഠിക്കണം എന്നുള്ളത്. പക്ഷേ ഞാൻ ശ്രമിച്ചു, ചെറുപ്പത്തിൽ പഠിക്കാൻ ശ്രമിച്ചു. ഞാൻ ഖത്തറിലാണ് വളർന്നത്. പക്ഷെ അവിടെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കുള്ളിലാണ് നമ്മളുണ്ടാവുക. അപ്പോൾ അറബിയിലേക്ക് അത്രത്തോളം എക്സ്പോഷർ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. ഇവിടെ നിങ്ങളുടെ സ്കൂളിൽ ഞാൻ ശരിക്കും +2 പഠിക്കുമ്പോൾ വന്നിട്ടുണ്ട്. +2 പഠിക്കുമ്പോൾ ശാസ്ത്രമേളയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. അവിടെ ഫസ്റ്റ് എത്തിയിട്ടാണ് സ്റ്റേറ്റിലേക്ക് പോയത്. അപ്പോൾ സ്കൂളിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഓർമ്മകൾ മനസ്സിലൂടെ വരികയാണ്. ഞാൻ ഓർമ്മകൾ ഷെയർ ചെയ്യാണ്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥ കേൾക്കണതാണോ ഇഷ്ടം, അല്ലെങ്കിൽ അറബി പാഠങ്ങൾ പഠിപ്പിക്കണതാണോ ഇഷ്ടം? കഥ കേൾക്കണം. അതുകൊണ്ടാണ് കഥ ആക്കുന്നത് ഇൻഷാ അല്ലാഹ്. കഥയിലൂടെ അറബി ഭാഷയുടെ കുറേ മഹാത്മ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് വളരെ പരിമിതമായിട്ടുള്ള സമയം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. ഫറൂഖ് കോളേജിലാണ് അവിടെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിന് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഈജിപ്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് അറബി മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ച് അറബി. ശരിക്കും അറബി ഒരു ബഹറാണ്. ബഹർ എന്താ?
ഒരു മഹാസമുദ്രമാണെന്ന് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈജിപ്തിൽ പോയതിന് ശേഷമാണ്. ഈജിപ്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് അറബി പദങ്ങളൊക്കെ പഠിച്ചു. അതിലൊന്നാമത്തേത് ഹൗ ആർ യു എന്നെങ്ങനെ ചോദിക്കാം അറബിയിൽ? കൈഫൽ ഹാൽ. കൈഫൽ ഹാൽ എന്താണ്? സെയ്ൻ അൽഹംദുലില്ല എന്ന് പറയും. കൈഫൽ ഹാൽ വെച്ച് കഴിഞ്ഞാൽ സെയ്ൻ അൽഹംദുലില്ല എന്ന് പറയും. ഞാൻ ഈജിപ്തിലെത്തി. ഈജിപ്തിൽ സുഖമാണോ എങ്ങനെ ചോദിച്ചാൽ എന്നോട്? എങ്ങനെ? സെയ്ക്ക് ബാഷ്, സെയ്ക്ക് ബാഷ്, തഹാൽ കൈഫ്, അങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഈ അറബി ഭാഷ എന്നുള്ളത് ഒന്നല്ല, കുറേ ടൈപ്പ് അറബി ഭാഷകളുണ്ട് എന്നുള്ളൊരു ബോധ്യം അവിടുന്ന് മനസ്സിലായി. ഈ അറബി ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര രാജ്യങ്ങൾ സംസാരിക്കുന്നുണ്ട്? അത് 22ഓളം അറബ് രാജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ 29 വേറെ രാജ്യങ്ങളിൽ ഒഫീഷ്യൽ അൺഒഫീഷ്യലായിട്ട് അത് സംസാരിക്കപ്പെടുന്നുണ്ട്. അത്രത്തോളം രാജ്യങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണെന്ത്? അറബി ഭാഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ 6 ഭാഷകളിലുണ്ട്. അതിലൊരു ഭാഷയാണെന്ത്? അറബി. അറബി. ശരിക്കും ഈ അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അതിലേക്ക് വരാം. നിങ്ങൾ എന്താവാനാണ് ആഗ്രഹം ഭാവിയിൽ? വാട്ട് ഈസ് യുവർ ഡ്രീം ഫോർ ദ ഫ്യൂച്ചർ? വാട്ട് ഈസ് ഇറ്റ്? റൈസ് യുവർ ഹാൻഡ്. എന്താണ്? എന്താണ്? ടീച്ചർ ആവാനാണ് ആഗ്രഹം. ഓക്കെ. പിന്നെ ഡോക്ടർ ആവാൻ. വെരി ഗുഡ്. ദെൻ ഫുൾ ഡോക്ടർമാരെ ഉള്ളത് എന്താണ്? ഒരാൾ ഡോക്ടർ. പിന്നെ പൈലറ്റിന് കിട്ടും. ഓക്കെ. പിന്നെ ഗായകനോ? നിങ്ങൾ ഗായികയല്ലേ? ലോയർ എന്നായിട്ട്. ഓക്കെ, ലോയർ. പിന്നെ ബിസിനസ്മാൻ. ഓക്കെ. പിന്നെ എൻജിനീയർ. പിന്നെ എന്താണ്? കളക്ടർ. ഓക്കെ. പിന്നെ എന്താണ്? മുഖ്യമന്ത്രി അല്ലേ? വളരെ എളുപ്പമായിട്ട് കിട്ടത്. പിന്നെ ആർക്കിടെക്റ്റ്. ഓക്കെ. പിന്നെ ഫുട്ബോൾ പ്ലെയർ. പിന്നെ പോലീസ്. ഓക്കെ. പിന്നെ ആർമിക്ക് 2 ആൾതും കൂടി വേണം. പിന്നെ എന്താണ്? IAS ഓഫീസർ. പിന്നെ PUBG പ്ലെയറോ? വക്കീലെന്നാ പറഞ്ഞല്ലേ? പിന്നെ പറയാത്ത പറയും. ഗേൾസോ? നേഴ്സ്. ഓക്കെ. ഓൾറൈറ്റ്. ഞങ്ങൾക്കൊരു സന്തോഷ വാർത്തയും തരാം, ഒരു ദുഃഖ വാർത്തയും തരാം. ഏതാദ്യം തന്നെ? സന്തോഷ വാർത്ത അല്ലേ? ആദ്യം ചിരിച്ചിട്ട് പിന്നെ കരയണതാണല്ലോ അതിൻ്റെ ഒരു സുഖം അല്ലേ? സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് കുറേ രീതിയിലുള്ള അവസരങ്ങളുള്ള കാലഘട്ടമാണ്. വി ലിവിങ് ഇൻ എൻ ഏജ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഓപ്പർച്യൂണിറ്റികളുടെ കാലഘട്ടമാണ്. അതാണ് സന്തോഷ വാർത്ത. ദുഃഖ വാർത്ത എന്താ അറിയാം? നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ പഠിച്ച് ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും ജോലി കിട്ടാൻ എന്താണ്? വളരെ പ്രയാസമായിരിക്കും. കാരണം എന്താണ്? നിങ്ങളെ കുറേ ജോലികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ വാട്ട് ഡു ഐ നീഡ് ടു ഗെറ്റ് എ ജോബ്? ഹൗ ക്യാൻ ഐ എംപവർ മൈസെൽഫ് സോ ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് എ ജോബ് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കാലഘട്ടത്തിൽ എനിക്ക് നല്ല രീതിയിൽ ജോലി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഒന്നാമത്തെ ഉത്തരവാണെന്ത്? ഇംപ്രൂവ് യുവർ സോഫ്റ്റ് സ്കിൽസ്. നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക. സോഫ്റ്റ് സ്കില്ലുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ? സംസാരിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് സ്കിൽ ദാറ്റ് യു ക്യാൻ എവർ ഗെയിൻ. എൻ്റെ അർത്ഥം എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റിയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. ഏറ്റവും പവർഫുൾ ആയ സോഫ്റ്റ് സ്കിൽ. അതിന് 2 ഭാഷകൾ അറിഞ്ഞാൽ തന്നെ യു വിൽ ബി സക്സസ്ഫുൾ ഇൻ യുവർ ഫ്യൂച്ചർ. 2 ഭാഷകൾ. ഒന്നാമത്തെ ഏതാണ്? ഇംഗ്ലീഷ് ഭാഷയാണ്. കാരണം എന്താണ്? ഇംഗ്ലീഷാണ് ലിംഗ്വ ഫ്രാങ്ക ഓഫ് ദ വേൾഡ്, ദി ജനറൽ ലാംഗ്വേജ് ഓഫ് ദ വേൾഡ്, ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ വേൾഡ്, ദി ലാംഗ്വേജ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എല്ലാ രീതിയിലും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തറിയണം? ഇംഗ്ലീഷ് അറിയണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് എന്ത്? അറബി ഭാഷ എന്നുള്ളത്. അറബി ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും എന്താണ്? അവിടെ നിങ്ങൾക്ക് ജോലി ഉണ്ട് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് ജോലിയുണ്ട്. ഗൾഫ് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ യു ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ദെയർ.
വേറെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ യു ഹാവ് ഓപ്പർച്യൂണിറ്റീസ്. എല്ലാ സ്ഥലത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ലേണിംഗ് അറബിക് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏത് ഫീൽഡിലേക്ക് പോകുകയാണെങ്കിലും, എഞ്ചിനീയറിംഗിൽ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ പോകുകയാണെങ്കിലും, യു ഷുഡ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ലേണിംഗ് അറബിക്. അറബിക്കും ഇംഗ്ലീഷും എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം മനുഷ്യൻ്റെ ഉള്ളിൽ വരണം. ഞാൻ കഥയിലേക്ക് തിരിച്ചു വരാം. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഈജിപ്തിലേക്ക് പോവുകയാണ്. ഈജിപ്തിലേക്ക് പോകുമ്പോൾ എനിക്ക് ആകെ അറിയുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കൈഫൽ ഹാൽ ഷെഖ് ബാറക്, അത് മാത്രമേ അറിയാം. അവിടെ പോയിട്ട് ഞാൻ കേൾക്കണം എന്താണ് ജക്ക് ബാഷ് ബ്രഞ്ച് ക്യാപ്റ്റൻ, ഇങ്ങനെയുള്ള വർത്തമാനങ്ങളാണ് അവിടെ കേൾക്കണം. അറബി ഭാഷയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 2 ടൈപ്പ് ഭാഷകളുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലുള്ള ഭാഷയുണ്ട്, അതുപോലെ തന്നെ സ്പോക്കൺ ഡയലക്റ്റ് ഉണ്ട്. ഒന്നാമത്തെ എന്താണ്? സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലുള്ള ഭാഷയുണ്ട്. രണ്ടാമത്തേത് സ്പോക്കൺ ഡയലക്റ്റും ഉണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ളത് മലയാളത്തിൽ എങ്ങനെ പറയും? നിൻ്റെ പേര് എന്ത്? ആരെങ്കിലും രാവിലെ ക്ലാസ്സിലേക്ക് വന്നിട്ട് നിൻ്റെ പേര് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ചോദിച്ചെന്ത് ചെയ്യും? ഓനെ കളിയാക്കൂലേ? നിങ്ങളെന്ത് ചോദിക്കല്? എൻ്റെ പേരെത്താന്ന് ചോദിക്കല്? ഞാൻ സത്യം പറയല്ലേ, എൻ്റെ പേരെത്താ, എന്താ എൻ്റെ പേര് എന്നൊക്കെ അല്ലേ ചോദിക്കല്? നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കലുണ്ടോ? തെണ്ണിൻ്റെ വർത്താനം എന്നല്ലേ ചോദിക്കല്? അപ്പോൾ സ്പോക്കൺ ലാംഗ്വേജും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലുള്ള ലാംഗ്വേജ് ഉണ്ട്. ശരിക്കും നാട്ടിലെ അറബിക് കോളേജുകൾ പഠിപ്പിക്കുന്നതൊക്കെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലുള്ള ലാംഗ്വേജാണ്. നാട്ടിലെ അറബിക് കോളേജിൽ ഡിഗ്രി പഠിച്ച് മാസ്റ്റേഴ്സ് പഠിച്ചിട്ട് അവിടെ പോയതിനു ശേഷം ഈജിപ്തിലേക്കും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലേക്ക് പോയതിനു ശേഷം ഭയങ്കര പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോഴും പറയുന്നുണ്ട്, ഉപ്പ അറബിക് കോളേജ് പ്രൊഫസറാണ്, എൻ്റെ ഉപ്പൻ്റെ ഉപ്പ അറബിക് കോളേജ് പ്രൊഫസറാണ്, ഉപ്പൻ്റെ ഉപ്പ അറബിക് കോളേജ് പ്രൊഫസറാണ്. അപ്പോൾ ഇവരൊക്കെ അറബിക് കോളേജ് റൂട്ടിലൂടെ വന്നതാണ്. അപ്പോൾ ഉപ്പ അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം തന്നെ പറയുന്നുണ്ട്, നാട്ടിലെ അറബിക് കോളേജിൽ 3 കൊല്ലം പഠിച്ച് 2 കൊല്ലം മാസ്റ്റേഴ്സ് എടുത്ത് 5 കൊല്ലം ദക്തൂറ കംപ്ലീറ്റ് ആക്കി ഇവിടെ വന്നു കഴിഞ്ഞാലും സ്പോക്കൺ ലാംഗ്വേജ് എന്നുള്ളത് വേറെ തന്നെ പഠിക്കേണ്ട ഒരു സാധനമാണ്. സ്പോക്കൺ ലാംഗ്വേജ് വേറെ തന്നെ പഠിക്കേണ്ട സംഭവമാണ്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് അറബിക് ലാംഗ്വേജുകളാണുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഫോർമാറ്റുള്ള ലാംഗ്വേജ്, രണ്ടാമത്തത് സ്പോക്കൺ ഡയലക്റ്റുള്ള ലാംഗ്വേജ്. ഓക്കെ, ഇനി സ്പോക്കൺ ഡയലക്റ്റുള്ള ലാംഗ്വേജിനെ പറ്റി കുറച്ച് പറയാം. ഞാനങ്ങനെ ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ മറ്റ് ഭാഷകളൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? മലയാളമാണ്. മലയാളം സംസാരിക്കുമ്പോൾ അതിനിടയിലൊക്കെ ഇംഗ്ലീഷ് വരുന്നില്ലേ? എന്തൊക്കെ വാക്കുകളാണ് വരുന്നത്? സ്വിച്ച്. ഓക്കെ, സ്വിച്ച് എന്നുള്ളത്, സ്വിച്ചിന് മലയാളത്തിൽ എന്താ പറയുക? എന്താണ്? വൈദ്യുതി ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം. രാവിലെ നിങ്ങൾക്ക് സുബൈക്ക് വിളിക്കാൻ ഉമ്മ വരുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം അമ്മനോട് വൈദ്യുതി ആഗമന നിഗമന യന്ത്രം ഒന്നും കൂടി ഓണാക്കി തരുന്നത് വെക്കണ്ട, ഇല്ല. എന്താ പറയില്ല നിങ്ങൾ? സ്വിച്ച്. ഓക്കെ, സ്വിച്ച് എന്നുള്ള ഒരു പദം. പിന്നെ ഉള്ളത് ഫാന്, പിന്നെ ബസ്, പിന്നെ സ്കൂള്. ഞാൻ രാവിലെ വിദ്യാലയത്തിലേക്ക് പോകുന്നത് അറിയാൻ പറയുള്ളൂ ഉമ്മനോട്? ഇല്ല. സ്കൂള്, പിന്നെ ലൈറ്റ്, പിന്നെ ഗ്രൗണ്ട്, പിന്നെ കാറ്റോ ബാറ്റ്, പിന്നെ ഫുട്ബോൾ. ഓക്കെ, ഈജിപ്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈജിപ്തിൽ അവർ അറബി സംസാരിക്കുകയാണെങ്കിൽ അവരുടെ സ്പോക്കൺ ഡയലക്റ്റുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ, വേറെ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി, ഒമാൻ എയറിലാണ് പോയതെന്ന് എൻ്റെ ഓർമ്മ. ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് കടന്നു. എന്നിട്ട് ആദ്യം സെക്യൂരിറ്റിനെ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് സമയം എത്രയാണ് എന്നുള്ളതാണ്. സമയം എത്രയാണ് എന്നുള്ള ഇംഗ്ലീഷ് എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് എ ടൈം? അത് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ നാട്ടിൽ സമയത്തിന് ടൈം തന്നെയല്ലേ പറയല്, ടൈം എത്രയെന്ന് ചോദിക്കൂലേ? അവിടെ പോയിട്ട് ഞാൻ സെക്യൂരിറ്റിനോട് ചോദിച്ചതാണ് വാട്ട് ഈസ് എ ടൈം. അവരെന്നെ നോക്കിയിട്ട് ഞാനെന്തോ വിചിത്രമായിട്ടുള്ള എന്തോ കാര്യം പറഞ്ഞ മാതിരി എന്നെങ്ങനെ നോക്കി ചോദിച്ചു വാട്ട് ഈസ് എ ടൈം. അപ്പോൾ എന്നോട് ചൂടായിട്ട് ഒരു ചെയ്യാ ബാഷ് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കൈമിൽ ഇങ്ങനെ കാട്ടി. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഫോൺ എടുത്തിട്ട് എനിക്ക് സമയം ഇങ്ങനെ കാണിച്ചു തന്നു. ശരിക്കും അത്രയും ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോയത്. എൻ്റെ കയ്യിലാണെങ്കിൽ അറബി ഉണ്ടോ? അറബില്ല. ഇംഗ്ലീഷ് എൻ്റെ കയ്യിലുള്ളത്. ഇംഗ്ലീഷും ഉണ്ട്, മലയാളവും ഉണ്ട്, കുറച്ച് ഫ്രഞ്ചും ഉണ്ട്. അങ്ങനെ ഞാൻ നേരെ അവിടെ ഇറങ്ങി. കെയറോ എത്ര ആളുകൾ ഇട്ടിട്ടുണ്ട്? കെയറോ എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു എൻ്റെ കുറച്ച് കൊല്ലത്തിലെ ഈജിപ്ത് ജീവിതം എന്ന് പറയുന്നത്. ഇതിൽ കുറേ യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ചില എക്സ്പീരിയൻസുകൾ മാത്രം പറയാം ഇൻഷാ അല്ലാ. ഞാനങ്ങനെ ആദ്യം കെയറോയിൽ ഇറങ്ങിയിട്ട് നേരെ ബസ് കയറി, പിന്നെ ഒരു ട്രെയിൻ കയറി, പിന്നെ ഒരു ബസ് കയറി. ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ഏകദേശം ഒരു
1 കൊല്ലം താമസിച്ചത്. അസർ യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ എടുത്തു, എന്നിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് അസർ യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഗ്രാമത്തിൽ വന്ന് പഠിച്ചു. എന്തിനാണ് ഈ ഗ്രാമത്തിലേക്ക് പോയത്? ഗ്രാമത്തിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് അറബി ഭാഷയുടെ അസ്സൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്യൂറസ്റ്റ് ഫോം സംസാരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകണം. അങ്ങനെ ഞാൻ മനൂഫിയ എന്ന് പറയുന്ന നോർത്ത് ഈജിപ്തിലുള്ളൊരു ഗ്രാമമുണ്ട്. അവിടെ സുബുഖ് ലഹദ് എന്ന് പറയുന്ന ചെറിയൊരു വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെയാണ് താമസിച്ചത്. ഞാൻ അവിടെ എത്തിയപ്പോൾ ഭയങ്കര തലവേനക്ക് അറബിയിൽ എന്താ പറയാ? അറബിയിൽ ഹെഡേക്ക് അല്ലേ? തലവേനക്ക് അറബിയിൽ എന്ത് പറയും? അറബിയിൽ സുദാ എന്ന് പറയും. എന്താണ് സുദാ? എന്താണ് അവസാനത്തെ ലെറ്റർ? എന്താണ്? ഐൻ. സുദാ. അപ്പോൾ എനിക്ക് തലവേന ഉണ്ടെന്ന് പോലും പറയാറില്ല. ഭയങ്കര ഓക്കാനിക്ക വരുന്നുണ്ട്. എനിക്കെന്തോ എയർപോർട്ടിൽ നിന്ന് തിന്നതായിട്ടാണ് ഓർമ്മ വരുന്നത്. എന്തോ വയറിന് പറ്റില്ല. അവിടെ പോയിട്ട് ഫാർമസിക്ക് എന്താ അറബിയിൽ പറയാം? ഫാർമസിക്ക് അറബിയിൽ എന്ന് പറയും സൈദലിയ എന്ന് പറയും. എന്താണ്? ഇനി പറയുന്ന ആളുകൾക്ക് ഗിഫ്റ്റ് ഉണ്ട് അവിടെ, ചോക്ലേറ്റ് ബോക്സ്. അറബിയിൽ എന്ത് പറയും? ഫാർമസിക്ക് സൈദലി എന്ന് പറയും. ഓക്കെ, എനിക്ക് അവിടെ പോയിട്ട് തലവേദന ഉണ്ടെന്ന് പറയാനും അറിയില്ല, ഫാർമസി എവിടെ എന്ന് പറയാനും അറിയില്ല. മെഡിസിൻസിന് എന്താ പറയാ അറബിയിൽ? കൈ ഒന്തിക്കോട്ടെ അറിയുന്ന ആളുകൾ. മെഡിസിൻ, ദവ. വെരി ഗുഡ്, ഗിവ് എ ലോട്ട് ഓഫ് അപ്ലോസ്. ക്ലാപ്പ് അടിക്കും. അറബിയിൽ എന്ത് പറയും? ദവ എന്ന് പറയുന്നു. ഓക്കെ, ദവ എന്ന് ചോദിക്കാൻ പോലും എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് ഭയങ്കര പ്രയാസപ്പെട്ട്. ശരിക്കും അറബി ഭാഷ പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ പറയുക? അറബി ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു മാഹൗലിൽ നിൽക്കുക എന്നുള്ളത്. മാഹൗൽ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ്. ഇഫ് യു വാണ്ട് ടു മാസ്റ്റർ എ ലാംഗ്വേജ്, സ്റ്റേ ഇൻ എ പ്ലേസ് വെർ ഇൻ വിച്ച് യു ആർ ഓൺലി ടോക്കിംഗ് ദാറ്റ് ലാംഗ്വേജ്. ഒരു ഭാഷ സംസാരിക്കാൻ കൃത്യമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന ആഗ്രഹമുള്ള എത്ര ആളുകൾ? റേസ് യുവർ ഹാൻഡ്. ഞാൻ UK ബേസ്ഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലാംഗ്വേജ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്ന അഡ്വൈസ് എന്താ അറിയോ? ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ബി ഇൻ എ ഗ്രൂപ്പ് ദാറ്റ് സ്പീക്സ് ഇൻ ഇംഗ്ലീഷ്. എന്താ അർത്ഥം? ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ക്ലാസ്സിലേക്ക് വന്നിട്ട് രാവിലെ ഗുഡ് മോർണിംഗ് ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? കളിയാക്കൂലേ? സത്യം പറയില്ലേ? കളിയാക്കൂലേ? ഓവറാക്കാൻ നോക്കുകയാണെന്ന് പറയില്ലേ? എന്താ പ്രശ്നം ചോദിക്കൂലേ? ശരിക്കും ആ ഒരു നെഗറ്റീവ് എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ മാറി നമ്മുടെ സർക്കിളുകളിൽ തന്നെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു മാസ്റ്റർ ദ ലാംഗ്വേജ്. ഈജിപ്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എനിവേ, കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി. ഞാൻ അങ്ങനെ ഈജിപ്തിലെത്തി. ആ ഗ്രാമത്തിൽ കുറച്ച് കാലം ചിലവഴിക്കുകയാണ്. ആ ഗ്രാമത്തിൽ അങ്ങനെയുള്ള കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയുണ്ട്. ഭയങ്കര രസമാണ് ഈജിപ്ഷ്യൻ ഗ്രാമം എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ്. കുറേ ഫാമിങ്, ഖറയത്ത് സിറാഇ എന്ന് പറയാം. അതായത് ഫാമിംഗ് വില്ലേജ്. അവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് നമുക്ക് തോന്നിപ്പോകും ഏകദേശം ഒരു 600 കൊല്ലം അല്ലെങ്കിൽ 700 കൊല്ലം മുന്നേയുള്ള സ്ഥലത്താണ് ഞാൻ പോയതെന്നുള്ളത് തോന്നിപ്പോയി. പിന്നെ അവിടെ ആളുകൾ ട്രാവൽ ചെയ്യുന്നത് എന്തിലാണ് അറിയാം? കുതിരമലും കഴുതമലും. കുതിരമലും കഴുതമലുമാണ് അവർ യാത്ര ചെയ്യുക. അവിടെ ഇലക്ട്രിസിറ്റി എത്തിയിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. ആളുകൾ ആടിനെ മേച്ചിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ തക്കാളി കൃഷി കുറേയുണ്ട്. കസബിൻ്റെ, ഷുഗർ കെയിനിൻ്റെ കൃഷി കുറേയുണ്ട്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. ഗവൺമെൻറ് ഞാൻ അവിടെയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ കയറി പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ സൈഡിലും പച്ചപ്പ്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഗ്രാമം. അവിടെ നിന്നപ്പോഴാണ് ശരിക്കും അറബി ഭാഷ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചു. സോ പോയിന്റ് നമ്പർ 1 എന്താണ്? അറബി ഭാഷ കൃത്യമായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റിൽ എത്തുക. ഒരു ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു ഫീൽഡുണ്ട്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷകൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ അഡാപ്റ്റ് ചെയ്തെടുക്കുന്നതൊക്കെ പഠിക്കുന്ന ഒരു ഫീൽഡാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ 4 സ്റ്റെപ്പുകളാണുള്ളത്. ആരും കേട്ടിട്ടുണ്ടോ? ഒരു ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ 4 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തത് എന്താണ്? എന്താ പറയുക? ഉറക്കെ പറയും. ലിസണിങ്. വെരി ഗുഡ്, ഗിവ് എ ലോട്ട് ഓഫ് അപ്ലോസ്. ഒന്നാമത്തെ എന്താണ്?
ലിസണിങ് ആണ്. കെട്ടിയ ആൾക്കാർ അങ്ങോട്ട് കൊടുക്കട്ടോ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് അങ്ങോട്ട് എത്തൂല. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? ലിസണിങ് ആണ്. രണ്ടാമത്തെ എന്താണ്? വാട്ട് ഇസ് ഇറ്റ്? വായിക്ക്. കൈ പൊന്തിച്ച് പറയും. കൈ പൊന്തിച്ച് ആർക്കാണ് ചോക്ലേറ്റ്? സ്പീക്കിംഗ്. രണ്ടാമത്തെ എന്താണ്? ഇറ്റ് ഈസ് സ്പീക്കിംഗ്. സെക്കൻഡ് സ്പീക്കിംഗ്. മൂന്നാമത്തെ എന്താണ്? കൈ പൊന്തിച്ച് പറയും. എന്താണ്? തിങ്കിങ്ങോ റൈറ്റിങ്ങോ? അല്ല, റീഡിംഗ് ആണ്. റീഡിംഗ് ആണ്. പിന്നെ വരുന്നത് എന്താണ്? അവസാനം വരുന്നതാണ് എന്ത്? റൈറ്റിംഗ് എന്ന് പറയുന്നത്. LSRW. ശരിക്കും നമ്മുടെ നാട്ടിൽ നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 7 കൊല്ലം. 7 കൊല്ലമായില്ലേ? ചിലപ്പോൾ കിൻഡർ ഗാർഡനിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയില്ലേ? ABCD പഠിക്കാൻ തുടങ്ങിയില്ലേ? അപ്പോൾ എത്രയായി? 8, 9 കൊല്ലം. 9 കൊല്ലം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. നിങ്ങൾ ഒരു സാധനം 9 കൊല്ലം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്ര എക്സ്പെർട്ടീസ് നിങ്ങൾക്ക് ഉണ്ടാവണം? നല്ല എക്സ്പേർട്ടായി മാറണ്ടേ? നിങ്ങൾ വെച്ചാൽ ഒരു സാധനം മാത്രം നമ്മൾ 7 കൊല്ലം അല്ലെങ്കിൽ 9 കൊല്ലം പഠിക്കുകയാണ്. വി ഷുഡ് ഹാവ് ബിൻ എക്സ്പേർട്സ്. ഇവിടെ ഞാനിപ്പോൾ ഒരാളെ വിളിച്ച് എന്നിട്ട് അവരിങ്ങോട്ട് വന്നിട്ട് ഒരു 5 മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് പറ്റും? How many of you will be able to do that? ഓക്കെ, ഞാൻ ഒരു വാചകം പറയാം. ആ വാചകം എനിക്ക് ഇതേപോലെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവർക്ക് എത്ര മഞ്ച കൊടുക്കണ്ടേ? 8 മഞ്ച് തരാം. 8 മഞ്ച് തരും. ഇംഗ്ലീഷിലുള്ളൊരു പദമാണ്. ഞാൻ 2 പ്രാവശ്യമേ പറയുള്ളൂ. അത് പറഞ്ഞിട്ട് ഉടനെ കൈ പൊന്തിക്കുന്ന ഞാൻ കാണുന്നവരാണോ അവർ വിളിക്കുന്നു, അവർക്ക് ഓപ്പർച്യൂണിറ്റി വരും. പിന്നെ രണ്ടാമത്തെ ആൾക്ക് ഓപ്പർച്യൂണിറ്റി വരും, മൂന്നാമത്തെ ആൾക്ക് ഓപ്പർച്യൂണിറ്റി വരും. ഓക്കെ, നിമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ്. കേൾക്കണില്ലേ? നിമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ്. വാക്ക് മാറ്റണോ? ഹിപ്പോപോട്ടോ മോൺസ്ട്രോസ് എസ്കുപിഡേലിയോഫോബിയ വേണ്ടേ? എന്നാൽ പിന്നെ ഒരു ചെറിയ പോയമാക്കിയാലോ? സൂപ്പർഫിഷ്യൽ സിമിലാരിറ്റീസ് ഫോം സ്പ്യൂരിയസ് സ്റ്റേറ്റ്മെന്റ്സ്, capricious coincidences cause careless conjectures, early exceptions eclipse eventual. അത് വേണ്ടേ? മഞ്ച് വേണ്ടേ? ഞാൻ പറയുന്നത് ശരിക്കും ഒരു ഭാഷ 7 കൊല്ലം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവേണ്ടതായിരുന്നു. പക്ഷെ മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ അറിയും? നിങ്ങൾ ഈ സ്റ്റെപ്പ്, ഒന്നാമത്തെ എന്താണ്? ലിസണിങ്. രണ്ടാമത്തെ എന്താണ്? സ്പീക്കിംഗ്. മൂന്നാമത്തെ എന്താണ്? റീഡിങ്. നാലാമത്തെ എന്താണ്? റൈറ്റിംഗ്. ഈ 4 കാര്യങ്ങൾ ഓർഡറിൽ ചെയ്യേണ്ടതാണ്. ഒരു കുട്ടി എങ്ങനെയാണ് ചെറുപ്പത്തിൽ ഭാഷ പഠിച്ചു വരില്ല? കുട്ടി ഇങ്ങനെ ജനിക്കുമ്പോൾ ആദ്യം നമ്മൾ പുസ്തകം കൊടുത്തിട്ട് വായിക്കാൻ തുടങ്ങും അല്ലേ? റീഡിംഗ് ആണോ ആദ്യം? അല്ല, പിന്നെ ഇങ്ങനെ റൈറ്റിംഗ് ആണോ? നേരെ ഒരു പെന്ന് കൊടുത്തിട്ട് ആദ്യം എന്താണ്? ലിസണിങ് ആണ്. ആദ്യം ഉമ്മ പറയുന്നത് ഇങ്ങനെ കേൾക്കും. എന്നിട്ട് ആദ്യം പറയുന്ന വാക്ക് എന്തായിരിക്കും? ചിലപ്പോൾ ഉമ്മ എന്നായിരിക്കും, അല്ലെങ്കിൽ ഇപ്പ എന്നായിരിക്കും. അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞിട്ടാണ് ഭാഷ പഠിച്ചു തുടങ്ങുക. രണ്ടാമത്തെ എന്താണ്? സ്പീക്കിംഗ് ആണ്. കേട്ടത് എന്താണ്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെയാണ് ശരിക്കും റീഡിങ്ങും റൈറ്റിങ്ങും വരുന്നത്. ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറബി ഭാഷ കൃത്യമായിട്ട് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നേരത്തെ പറഞ്ഞു, ഭയങ്കര ഓപ്പർച്യൂണിറ്റീസാണ്. അറബി ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും പ്രോപ്പറായിട്ട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഖത്തറിലോ അല്ലെങ്കിൽ ഖലീജിലോ സൗദിയിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ നല്ല ജോലി കിട്ടും. ഇന്നലെ ഓപ്പണപ്പ് ആയിട്ടുള്ളൊരു പൊസിഷനുണ്ട്, എംബസിയിലാണ്. എംബസിയിൽ ഹിന്ദി അറബി ട്രാൻസ്ലേഷൻ്റെ തർജ്ജമൻ്റെതാണ്. അതിന് ശമ്പളം പറയുന്നത് മാസം 3 ലക്ഷം രൂപയാണ്. ഭയങ്കര ഓപ്പർച്യൂണിറ്റീസാണ്. ശരിക്കും ഭാഷ നല്ല കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസാണ്. അതുപോലെ തന്നെ എംബസിൻ്റെ സ്പോക്സ് പേഴ്സണായിട്ട് വർക്ക് ചെയ്യുന്നതിന് 4 ലക്ഷം രൂപയാണ് പറയുന്നത്. പെർ മന്ത് 4 ലക്ഷം രൂപയാണ്. അത് സ്റ്റാർട്ടിംഗ് ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത്ര കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു സ്റ്റാർട്ട് വർക്കിംഗ് നൗ ഇറ്റ്സെൽഫ്. അറബി ഭാഷ നന്നായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അറബി ഭാഷ കേൾക്കണം. എത്ര ആളുകൾ അറബി ഭാഷ കേൾക്കാറുണ്ട്? എന്താ കേൾക്കൽ?
മദ്രസയിൽ കേൾക്കാറുണ്ട്. പക്ഷെ അതല്ലാതെ അറബി ന്യൂസുകൾ കേൾക്കുന്ന എത്ര ആളുകളുണ്ട്? അറബി ന്യൂസുകൾ, അല്ലെങ്കിൽ അറബിയിൽ എന്തെങ്കിലും അറബി ഖുത്ബകളോ ഇങ്ങനെ കേൾക്കുന്ന ആളുകൾ എത്രയുണ്ട്? വെള്ളിയാഴ്ച ഖുത്ബ അല്ല കേട്ടോ, പിന്നെന്താണ് നിങ്ങൾ കേൾക്കാറുള്ളത്? ഈ അറബി നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഭാഷ നമ്മൾ നിരന്തരം കേൾക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് അവർ ബ്രെയിൻ അഡാപ്റ്റ്സ് ടു ഇറ്റ്. നമ്മുടെ ബ്രെയിന് അതിലേക്ക് അഡാപ്റ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നും മനസ്സിലാവണില്ലെങ്കിലും കുറച്ച് മാസം ഇംഗ്ലീഷ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. വെൻ യു ഹിയർ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലോ യുവർ ബ്രെയിൻ അഡാപ്റ്റ്സ് ടു ഇറ്റ്. സൈക്കോളജിയിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. എന്താണെന്നറിയോ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി? ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമ്മൾ ബ്രെയിൻ്റെ ഉള്ളിൽ ന്യൂറോൺസ് ഉണ്ട്. നമ്മളൊരു കാര്യം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ന്യൂറോൺസ് ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കും. ആ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഭാഷ നന്നായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിരന്തരം കേൾക്കണം എന്നുള്ളതാണ്. പിന്നെ അത് നമ്മൾ സംസാരിച്ച് തുടങ്ങണം. ആക്സെൻ്റ് കിട്ടും. എങ്ങനെ ആക്സെൻറ്റ്? ഇംഗ്ലീഷിൽ എത്ര ആക്സെൻറ്റുകളുണ്ട്? മെയിനായിട്ട് പറയുന്ന എത്ര ആക്സെൻറ്റുകളുണ്ട്? അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, ബ്രിട്ടീഷ് ഇംഗ്ലീഷും ഉണ്ട്. ആരെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വെള്ളത്തിന് എന്ത് പറയും അമേരിക്കൻ ഇംഗ്ലീഷിൽ? വാട്ടർ എന്നാണ് പറയാ, വാറർ എന്ന് പറയും. എന്താ പറയാ? വാറർ. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? വൂട്ടർ. ഐ ലൈക്ക് ടു ഹാവ് എ ഗ്ലാസ് ഓഫ് വൂട്ടർ. അങ്ങനെയാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ. അതേപോലെ അറബിയിലും കുറേ ഡയലക്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. അറബിയിലും കുറേ ഡയലക്ട്സ് ഉണ്ട്. നിങ്ങൾ ഖത്തറിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ വളർന്നത് അവിടെയാണ്, അവിടെ കേഫ് ഹാലക് നിൽക്കും. അത് നേരെ ഈജിപ്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക് കെബാഷ നിൽക്കും. നേരെ പോയിട്ട് മൗരിറ്റാനിയ പോകുന്നത് തിക്വൈസ് നിൽക്കും. ലബ്നാനിൽ പോകണമെങ്കിൽ ലെവൻറ്റൈൻ ആക്സെൻ്റ് ഉണ്ട്. കുറേ ആക്സെൻറ്റുകളുണ്ട് അറബ് ലോകത്ത്. ഖലീജി ആക്സെൻ്റ് ഉണ്ട്, ലെവൻറ്റൈൻ ആക്സെൻ്റ് ഉണ്ട്, മഗ്രിബി ആക്സെൻ്റ് ഉണ്ട്. കുറേ ടൈപ്പ് ആക്സെൻറ്റുകളാണ് അറബ് രാജ്യത്തുള്ളത്. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഫുസ്ഹ, സ്റ്റാൻഡേർഡ് അറബിക് ആക്സെൻ്റ് ആണ്. പിന്നെ ഈജിപ്ഷ്യനും അതുപോലെ തന്നെ ഖലീജി ഗൾഫ് ആക്സെൻറ്റുകളാണ്. അപ്പോൾ ഞാൻ പറയുന്ന വിഷയം ഇത്രയാണ്. നിങ്ങൾ കേൾക്കുന്നത് സ്പീക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദ ആക്സെൻറ്റ്. ആക്സെൻറ്റ് കിട്ടാനുള്ള ആകെ മാർഗം എന്ന് പറയുന്നതാണ്. എന്താണ് ആകെ മാർഗം? അതാണ്. ശരിക്കും നാട്ടിലുള്ള ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അതായത് ഭാഷ നല്ല പഠിച്ച ഒരാൾ, ഭാഷയിൽ ഇംഗ്ലീഷിൽ PhD എടുത്ത ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? അവന് ഇന്ത്യൻ ആണെന്ന് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെൻ്റലി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം, അതൊരു ഇന്ത്യൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? മെൻ്റലി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം അങ്ങനെയായിട്ട് മാറും. സോ ആക്സെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലാംഗ്വേജ് എഫിഷ്യൻസി. നിങ്ങൾക്ക് എത്രത്തോളം ലാംഗ്വേജ് എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതിൻ്റെ സ്റ്റാൻഡേർഡാണ് യഥാർത്ഥത്തിൽ എന്ത് നിങ്ങളുടെ ആക്സെൻറ്റിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നത്. അറബി ഭാഷ ഇങ്ങനെ തന്നെയാണ്. അറബി ഭാഷ റെഡിയാക്കുമ്പോൾ ആദ്യം നിങ്ങൾ റെഡിയാക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ മഖാരിജുൽ ഹുറൂഫാണ്. എന്താണ് മഖാരിജുൽ ഹുറൂഫ് എന്ന് പറഞ്ഞാൽ? മഖാരിജുൽ ഹുറൂഫ് എന്താണ്? മഖ്റജ് എന്ന് പറഞ്ഞാൽ എന്താ? മഖ്റജ് എക്സിറ്റ്. ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് എക്സിറ്റ് ആവുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ശരിക്കും മഖാരിജുൽ ഹുറൂഫ് എന്ന് പറയുന്നത്. അറബി ഭാഷയിൽ പ്രത്യേകിച്ചും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുമല്ലോ, അപ്പോൾ അതിന് ഒരു ആക്സെൻ്റ് വരുന്നുണ്ട്, പേഴ്സണാലിറ്റി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് എ റിയലി ഗുഡ് പേഴ്സണാലിറ്റി എന്ന് ഞാൻ പറയുന്നതും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് എ വെരി ഗുഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഏതാ കേൾക്കാൻ രസം? ഫസ്റ്റാണ്. എന്തുകൊണ്ടാണ്? ദർ ഈസ് എ ബ്യൂട്ടി ടു ആക്സെൻറ്റ്. ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകിച്ച് തജ്വീദിലൊക്കെ ആദ്യം പഠിപ്പിക്കുന്നത് എന്താണ്? മഖാറിജുൽ ഹുറൂഫാണ്. മഖ്റജുൽ ഹുറൂഫ്, ഹുറൂഫുൽ ഹിജായി, ആൽഫബറ്റ്സ് മൊത്തം കൃത്യമായിട്ടുള്ള മഖ്റജിൽ പറയാൻ പറ്റുന്ന ഉറപ്പുള്ള ആളുകളൊന്ന് കൈന്ദ്രിക്കാം. അതായത് ഹുറൂഫുൽ ഹിജായി ആൽഫബറ്റ്സ് അലിഫ് മുതൽ യാ വരെ കറക്റ്റായിട്ടുള്ള പ്രൊണൗൺസിയേഷനിൽ പറയാൻ പറ്റുന്ന കോൺഫിഡൻസുള്ള ആളുകളൊന്ന് കൈന്ദ്രിക്കാം. നമുക്കൊന്ന് മഖ്റജ് ശരിയാക്കി നോക്കിയാലോ ഭാഷയുടെ? തുടങ്ങല്ലേ? അലിഫ്, ബ, ത, ജീം, ഹ. പറ്റിയോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നോക്കിയത്. അലിഫ്,
ബ ത സ ജീം. സ ആണോ സ ആണോ? സ കഴിഞ്ഞിട്ട് ജീം. ജീം കഴിഞ്ഞിട്ട് ഹ. എങ്ങനെയാണ്? ഹ ഹ ഹോ ഹ ഹോ. ദാൽ ദാൽ റോ. റാ എന്നാണോ റോ എന്നാണോ? റോ എന്നാണോ റാ എന്നാണോ? റോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റോ എന്നുള്ളത് മുഫഖമായിട്ട്, മുഫഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കട്ടിയിൽ വരുന്ന സാധനമാണ് റോ. പിന്നെ ഉള്ളത് സായ്. എന്താണ്? സായ്. സായ് കേട്ടതാ സീൻ. പിന്നെ ഉള്ളത് ഷീൻ. പിന്നെ ഉള്ളത് സാദ്. പിന്നെ ഉള്ളത് ബാദ്. സാദ് കഴിഞ്ഞിട്ട് ബാദ്. ബാദ് എന്ന് പറയാം. സാദ് ബാദ്. അറബി ഭാഷ എന്ന് പറയുന്നത് അതിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താ അറിയോ? ലുഗത്തു ബാദ്. ലുഗത്തു ബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ബാദിന്റെ ഭാഷ എന്നാണ്. എന്താണ് ബാദിന്റെ ഭാഷ എന്ന് പറയുന്നത്? കാരണം ബാദ് എന്നുള്ള ഒരു ഹർഫ്, ഒരു ലെറ്റർ അറബി ഭാഷയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. വേറൊരു ഭാഷയിലും എന്ത് കാണാൻ പറ്റില്ല? ബാദ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അറബി ഭാഷ എന്ത് വിളിക്കുന്നു? ലുഗത്തു അബ്ബാദ് എന്ന് പറയുന്നു. സാദ് ബാദ്. പിന്നെ അതിന് ശേഷം എന്താണ്? ബാദ് കഴിഞ്ഞതിന് ശേഷം എന്താ? പോ. എന്താണ്? പോ. അത് കഴിഞ്ഞിട്ട് വോ. എങ്ങനെ പറയുന്നത്? പോ വോ. എങ്ങനെ പറയാം? അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ആൾക്ക് 5 പഞ്ച്. പോ കഴിഞ്ഞിട്ടുള്ള ലെറ്റർ വോ വോ വോ. സോ എന്നാണോ? ഞാൻ ഖത്തറിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഖുറാൻ തഹ്ഫീദിന് പോയിരുന്നു. അതായത് ഖുറാൻ പഠിക്കുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ ശരിക്കും എന്നെ പഠിപ്പിച്ചത് ബംഗ്ലാദേശി ആയിട്ടുള്ളൊരു ഹാഫിദായിട്ടൊരു ഇമാമാണ്. അവിടെ വലദ്ദാലീൻ എന്നുള്ളത് എന്നെ അങ്ങനെ പഠിപ്പിച്ചറിയാം. വലദ്ദാലീൻ എന്താണ്? വലദ്ദാലീൻ ശരിക്കും തെറ്റാണ്. ഹർഫ് ക്ലിയർ ആക്കണം. എന്താണ്? വലദ്ദാലീൻ എന്നാണോ? എന്താണ്? വലദ്ദാലീൻ എന്നാണ്. ബാദിന് അവർ സോ എന്ന് പറയുന്നു. പിന്നെ താൻ്റെ ശേഷമുള്ളതിനും എന്ത് പറയുന്നു? സോ എന്ന് പറയും. സോ എന്നുള്ളത് വ വ എന്നാണ്. വ കഴിഞ്ഞതിൻ്റെ ശേഷം ഏതാണ്? പോ വ ഐൻ. ഐൻ എങ്ങനെ പറയാം? ഐൻ ഐൻ ഐനൻ യശ്റബു ബിഹ. ഐൻ ശഅബി. തആലിജ് ശഅബി. പറയുന്നതിൻ്റെ സുഖല്ലേ? ചുമക്ക് വന്നാൽ അങ്ങനെ തആലിജ് ശഅബി എന്നൊക്കെ പറഞ്ഞു വയ്ക്കാൻ മതി. റെഡി ആയിക്കോ. അതിന് കഴിഞ്ഞിട്ട് പിന്നെ ഗൈൻ. എന്താണ്? ഗൈൻ ഗൈൻ. പിന്നെ ഉള്ളത് ഫ ഖാഫ്. എന്താണ്? ഖാഫ് 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 കാഫ് ലാം മീം നൂൻ ഹ വാവ് യ. ഇപ്പം നിങ്ങളിത് മുഴുവൻ പറഞ്ഞില്ലേ? നിങ്ങളുടെ ബക്കൽ ക്യാവിറ്റി മുതൽ ത്രോട്ട് മുതൽ ബക്കൽ ക്യാവിറ്റിയുള്ള എല്ലാ പോർഷനും നിങ്ങൾ ഏകദേശം ഉപയോഗിച്ചിട്ടുണ്ട്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണിത്. ഇത് ശരിക്കും നിങ്ങളിപ്പോൾ ചെയ്തത് വോക്കൽ എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ ബോഡി കൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യില്ലേ? അതേപോലെ ശരിക്കും മൗത്ത് കൊണ്ടുള്ള ഒരു എക്സസൈസാണ് അലിഫ് മുതൽ യാ വരെ പറയാന്നുള്ളത്. ആ അറബി ഭാഷയുടെ ഭയങ്കര പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾ ഭാഷ ക്ലിയർ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആക്സെൻറ്റ് റെഡിയാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മഖാർജുൽ ഹുറൂഫ് റെഡിയാക്കുക എന്നുള്ളതാണ്. മഖാർജുൽ ഹുറൂഫ് റെഡിയാക്കാം. ഇങ്ങനെ എൻ്റെ കഥയുടെ കുറച്ച് ഭാഗങ്ങളോട് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അങ്ങനെ ഞാൻ അൽഹംദുലില്ലാഹ് ഈജിപ്തിൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു യാത്ര തുടങ്ങി. നൈൽ നദിനെ പറ്റി എത്ര ആളുകൾ കേട്ടിട്ടുണ്ട്? നൈൽ നദി. നൈൽ നദി എന്നുള്ളത് മൂസ നബി ബന്ധപ്പെട്ടുള്ള കഥകൾ കേട്ടിട്ടില്ലേ? നൈൽ നദി തുടങ്ങുന്നത് എത്യോപ്യയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ചെയ്തത് നേരെ സുഡാൻ്റെ ബോർഡർ വരെ ബൈക്കിൽ യാത്ര ചെയ്തു. അറൗണ്ട് ഒരു മാസമാണ്. എത്ര ആളുകളുണ്ട് ബൈക്ക് റൈഡൊക്കെ താല്പര്യപ്പെടുന്നത്? എന്താ പറയുക, മസനഗുഡി വഴി ഊട്ടിക്കോ? അത് ട്രെൻഡ് ആവുന്നതിന് മുന്നേ ഞാൻ പോയി. എനിക്ക് ബൈക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം ബൈക്ക് എടുത്തിട്ട് കെയ്റോയിൽ നിന്ന് സുഡാൻ ബോർഡർ വരെ പോയി. ഏകദേശം 4000 കിലോമീറ്റർ ഉണ്ട്. ഒരു മാസം യാത്ര ചെയ്യുന്നു. ഞാനാകെ ചെയ്തത് ഒരു ബാഗ് കയ്യിലെടുത്ത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡ്രസ്സും കുറച്ച് ഒരു പുതപ്പും പിന്നെ നമുക്ക് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ വെച്ച് ഒരു വാട്ടർ ബോട്ടിലും വെച്ചിട്ട് തുടങ്ങിയ യാത്രയാണ്.
ഒരു ബൈക്ക് അവിടെ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാങ്ങി ഈജിപ്തിൽ നിന്ന്. എന്നിട്ട് സുഡാൻ ബോർഡർ വരെ പോയി. ഭയങ്കര എക്സ്പീരിയൻസുകൾ. ശരിക്കും ഒരു ഭാഷ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരാളായിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ ഭാഷയിൽ അയാളുടെ ആക്സെൻറ്റ് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ബിൽഡ് എ ബോണ്ട് വിത്ത് ദം. അവരായിട്ട് നമുക്കൊരു ബോണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബോണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഈജിപ്ഷ്യൻ യാത്രയിൽ കുറേ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈജിപ്ഷ്യൻ യാത്ര കഴിഞ്ഞു, സുഡാൻ ബോർഡർ വരെ പോയി. സുഡാൻ ബോർഡറിൽ നിന്ന് തിരിച്ച് നൈൽ നദി അവസാനിക്കുന്ന വേറെ സ്ഥലമുണ്ട്, ഒരു 6000 കിലോമീറ്റർ പിന്നെയും റൈഡ് ചെയ്തു. അത് റഅസുൽ ബർ എന്ന് പറഞ്ഞ സ്ഥലം. റഅസുൽ ബർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പാണ്, ഇറ്റലി, ഫ്രാൻസുള്ള രാജ്യങ്ങളാണ്, മെഡിറ്ററേനിയൻ ഓഷ്യനാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ നേരെ ജോർദനിലേക്ക് യാത്ര ചെയ്തു. ജോർദനിൽ യാത്ര ചെയ്തപ്പോൾ ശരിക്കും അറബി ഭാഷയുടെ ലഹജ, ആക്സെൻറ്റിൻ്റെ വലിയ വ്യത്യാസങ്ങൾ അവിടെ മനസ്സിലായി. കേഫ് ഹാലക് എന്നുള്ളത് അവിടെ നോക്കി പോയി കഴിഞ്ഞാൽ കേഫ് ഹാലേഷ് എന്ന് പറയാം. എന്താ പറയുക? കേഫ് ഹാലേഷ്, കേഫ് ഹാലേഷ്, ഭയങ്കര വ്യത്യാസങ്ങൾ. എന്നിട്ട് ഞാൻ ജോർദനിൽ നിന്ന് പെട്ര കേട്ടിട്ടുണ്ടോ? പെട്രയിലൂടെ പോയി എന്നിട്ട് ഇസ്രായേലിലേക്ക് കടന്നു. ശരിക്കും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമുണ്ടോ ലോകത്ത്? ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യമേ ഉള്ളൂ. ഇതൊരു പേര് മാറ്റി ഇസ്രായേലാക്കിയതാണ്. എന്തായാലും അതിലൂടെ കടന്നു. എന്നിട്ട് യുണൈറ്റഡ് നേഷൻസ് കേട്ടിട്ടുണ്ടോ? യുണൈറ്റഡ് നേഷൻസ് ഇസ്രായേലിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു വാളുണ്ട്, വലിയൊരു മതിൽ. ഇതിനെക്കാട്ടിക്ക് എത്രയോ വലുപ്പമുണ്ടാകും, വലിയൊരു മതിൽ. ആ മതിലാണ് ശരിക്കും ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പാർട്ടീഷൻ. അതിന് ആ മതിൽ കടന്നിട്ട് ഞാൻ ബെത്ലഹാമിലേക്ക് പോകണം. ബെത്ലഹാം എന്ന് പറയുന്നത് ഫലസ്തീനിലൊരു സ്ഥലമാണ്. അങ്ങനെ ബെത്ലഹാമിലെത്തി. ഞാൻ രാത്രി ഹോട്ടൽ, ഫുൾ പോലീസാണ് അവിടെ. IDF, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഫുൾ പോലീസ് ഫോഴ്സ് അവിടെ ഉണ്ട്. ഞാൻ രാത്രി ഒരു 12 വരെ കാത്തുന്നു. പോലീസുകാർക്ക് ഏകദേശം ക്ലിയർ ആയി പറഞ്ഞപ്പോൾ ഞാൻ നേരെ അവിടുന്ന് ചാടി. ഞാൻ മീഡിയ വൺ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മീഡിയ വണ്ണിൽ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു, മീഡിയ പ്രസൻറ്ററായിട്ടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റിപ്പോർട്ട് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെ അവിടുന്ന് ഇറങ്ങി ബെത്ലഹാം യൂണിവേഴ്സിറ്റിയുടെ അപ്പുറത്തെത്തിയപ്പോൾ അവിടെ ഒരു പാവം വയസ്സായിട്ടുള്ള ഒരാളുണ്ട്. ഒരു വയസ്സായിട്ടുള്ള ഒരാൾ. ആളുടെ പേര് സാമിയ അബ്ദെ എന്നാണ്. എന്താണ് പേര്? സാമിയ അബ്ദെ. സാമിയ അബ്ദെ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 65-67 വയസ്സൊക്കെ ഉണ്ടാകും. ഞാനൊരു സാമിയ അബ്ദിൻ്റെ അടുത്ത് പോയി. സാമിയ അബ്ദിൻ്റെ അടുത്ത് പോയിട്ട് ആദ്യം ഇംഗ്ലീഷിൽ സംസാരിച്ചു. ചോദിച്ചു, ആദ്യം സലാം പറഞ്ഞു. അയാൾ വലൈക്കും സലാം എന്ന് പറഞ്ഞു. ചോദിച്ചു, ഐ എം എ സ്റ്റുഡൻറ്റ് ഓഫ് അസ്ഹർ യൂണിവേഴ്സിറ്റി. ഐ ഹാവ് കം ഹിയർ ഫോർ ട്രാവലിംഗ് പർപ്പസ്. ഐ ജസ്റ്റ് വാണ്ട് ടു നോ യുവർ സിറ്റുവേഷൻ. ഞാൻ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റാണ്, ഇവിടെ വന്നത് നിങ്ങളെ പറ്റി ഒന്ന് അറിയാനൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെ ഭയങ്കര സംശയത്തോടു കൂടി നോക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്, എന്താണ് ഇവൻ്റെ ഉദ്ദേശം എന്നൊക്കെ നിങ്ങൾ നോക്കാൻ വേണ്ടി അയാൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന നേരെ അയാളുടെ ഭാഷ ഏതാണ്? അറബിയാണ്. നേരെ മാറ്റി എന്നിട്ട് പറഞ്ഞു, طالب من جامعة الأزهر أتيت هنا حتى أفهم أخبارك وأحوالك എന്നൊക്കെ പറഞ്ഞിട്ട് അറബിയിൽ പറഞ്ഞപ്പോൾ ശരിക്കും അയാളുടെ മുഖത്ത് തന്നെ വ്യത്യാസം കാണാൻ പറ്റി. അയാൾ പെട്ടെന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങിയിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഡേഞ്ചറസ് ആണ് പറഞ്ഞിട്ട് 3 മണിക്ക് ഒന്നും കൂടി വരാൻ പറഞ്ഞു. എന്നിട്ട് ഒന്നുകൂടി ഞാൻ ഹോട്ടലിലേക്ക് പോയി തിരിച്ച് 3 മണിക്ക് അദ്ദേഹത്തെ കാണാണ്. അദ്ദേഹത്തിനോട് സുബൈ ആവുന്നവരെ കുറേ സമയം അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു. ബെത്ലഹാമിലുള്ള ഓരോ സ്ഥലങ്ങളും കണ്ട്, കുറേ ആളുകൾ ഷഹീദായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ കണ്ട് ശരിക്കും എനിക്ക് അയാളും ഞാനും തമ്മിലുള്ള വലിയൊരു ബോണ്ട് ബിൽഡായ പോലെ തോന്നി. അത് സാധ്യമായത് എന്തിലൂടെ മാത്രമാണ്? അയാളുടെ ഭാഷ എനിക്ക് സംസാരിക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഈജിപ്റ്റ് യാത്രയിൽ കുറേ ആളുകളുടെ സഈദികളെ കണ്ടിട്ടുണ്ട്. കാട്ടറബികൾ അറിയാം നിങ്ങൾക്ക്? കാട്ടറബികളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. സഹറായിൽ, ഡെസേർട്ടിൽ. ഭയങ്കര രസമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്, ഭയങ്കര രസമാണ്. ഞാൻ മക്കയിലും മദീനയിലും അടക്കം സഹറ, അതായത് ഷെമാലി ഡെസേർട്ട് എന്നൊരു ഡെസേർട്ട് ഉണ്ട്. വലിയൊരു മരുഭൂമിയാണ്. അതിൽ ഞാനും ഷേഖ് അഹമ്മദും കാറായിട്ട് ഇങ്ങനെ കുറേ ഉള്ളോട്ട് പോയി. അവിടെ കുറേ കാട്ടറബികൾ നിൽക്കുന്നൊരു ടെൻറ്റുകളൊക്കെ ഉണ്ട്. അവിടെ കയറി നമ്മൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അറബിയിൽ എങ്ങനെയാണ് സ്വീകരിക്കുക? അസ്സലാമു അലൈക്കും എന്ന് പറയും. പിന്നെന്താ പറയും? അഹ്ലൻ വസഹ്ലൻ എന്ന് പറയും. അവിടെ പോയപ്പോൾ എന്താ പറഞ്ഞാൽ യാ ഹലാ റഹബോ പറഞ്ഞിട്ട് യാ ഹലാ റഹബ അവരുടെ ആക്സൻ്റാണ്. അഹ്ലൻ വസഹ്ലൻ എന്നുള്ളത് അവരെങ്ങനെ പറയും? യാ ഹല എന്ന് പറയും. മർഹബ എന്നുള്ളത് റഹബോ എന്നാക്കും. ഭയങ്കര രസമായിരുന്നു അവരുടെ ഭാഷ എന്ന് പറയുന്നത്, അവരിവിടെ താമസിക്കുക എന്ന് പറയുന്നത്. അറബ് കൾച്ചർ ശരിക്കും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അറബി ഭാഷ നിർബന്ധമായിട്ട് അറിയണം എന്നുള്ളതാണ്. മുഹമ്മദ് അസദ് കേട്ടിട്ടുണ്ടോ? റോട്ട് മക്ക എന്നുള്ള പുസ്തകം കേട്ടിട്ടുണ്ടോ? റോട്ട് മക്ക. ആ പുസ്തകം എഴുതി മുഹമ്മദ് അസദ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അറബികളുടെ കസ്റ്റമും അറബികളുടെ കൾച്ചറും വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അറബി ഭാഷ മനസ്സിലാക്കേണ്ടിയിരിക്കും. എൻ്റെ യാത്രകളിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ലെസൺ അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ ലെസൺ എന്ന് പറയുന്നത്
ലോകം, അറബ് ലോകം മനസ്സിലാക്കണമെങ്കിൽ, അറബ് ലോകത്തിൻ്റെ കൾച്ചർ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അറബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല, ഈ ലോകത്ത് കൃത്യമായിട്ട് ത്രൈവ് ചെയ്യണമെങ്കിൽ, ഈ ലോകത്ത് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അറബി ഭാഷ വളരെ അനിവാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ കിതാബിൽ മജ്മുഅത്തുൽ ഫതാവയിൽ പറയുന്നുണ്ട്, ഒരാൾ അറബി ഭാഷ സംസാരിക്കുമ്പോൾ, അറബി ഭാഷ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് വർദ്ധിക്കുന്നുണ്ടെന്നുള്ളത്. നിങ്ങളുടെ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ലേൺ അറബിക് ലാംഗ്വേജ്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് അതിൽ തെളിയിക്കുന്ന കുറേ തിയറികളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പറയുന്ന ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ഗ്രോ ഇൻ ലൈഫ്, if you have a dream to grow and develop in your life and advance in your life, it is a must that you learn the Arabic language. All right, ഞാൻ എൻ്റെ ആണ് ഇൻഷാ അല്ലാഹ് ഒരു ചാലഞ്ച് പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അതിന് ഉത്തരം പറയുന്ന ആൾക്ക് ഞാനിപ്പോൾ കൊടുക്കും 5000 രൂപ. 5000 രൂപയാണ് അതിൻ്റെ സമ്മാനം. 5000 രൂപയാണ് അതിൻ്റെ സമ്മാനം. ചാലഞ്ച് ഇത്രേ ഉള്ളൂ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഒറ്റ പ്രാവശ്യം ഞങ്ങൾ പറയുള്ളൂ. അതിന് ഞാൻ പറയുന്ന പോലെ പറയാൻ സാധിക്കുന്ന ആൾക്കാണ് എന്ത് 5000 രൂപ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ചൊല്ലിയിട്ടുള്ളൊരു പദ്യമുണ്ട്, ആ പദ്യം ചൊല്ലുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ചാലഞ്ച്. ഞാൻ ആദ്യം അത് പാടിത്തരും, നിങ്ങളെ കൊണ്ട് ഒറ്റ പ്രാവശ്യം പാടിപ്പിക്കും, എന്നിട്ട് ഒരാൾ വന്നിട്ട് അയാൾക്കാണ് 5000 രൂപ ഉള്ളത്. ഓക്കെ, സെറ്റല്ലേ? എല്ലാവരും ഒന്ന് എണീച്ചേക്ക്, സ്റ്റാൻഡപ്പ്. തുടങ്ങല്ലേ? വളരെ കുറച്ച്, അല്ലെങ്കിൽ വേണോ? വേണോ? ഓക്കെ. കഫാക റബ്ബുക കം യക്ഫീക വകിഫതൻ كفكفها ككمين كان منك لك تكر كرا ككر الكر في كبد تبكي مشكشكة كلكلك لكك كفاك ما بي كفاف الكافي كربته يا كوكبا كان يحكي كوكب الفلك. ഒന്നുകൂടി സ്പീഡിൽ പറയല്ലേ? كفاك ربك كم يكفيك وكفة كفاك ربك كم يكفيك وكفة كفكفها ككمين كان منك لك تكر كرا ككر الكر في كبد تبكي مشكشكة كلكلك لكك كفاك ما بي كفاف الكاف كربته يا كوكبا كان يحكي كوكبا فلك. ഒറ്റ പ്രാവശ്യം കൂടി പറഞ്ഞിട്ട് നിങ്ങൾ ഓപ്പർച്യൂണിറ്റിയാണ്, വരുന്ന ആൾക്ക് 5000 രൂപ കിട്ടും. كفاك ربك كم يكفيك وكفة كفكفها ككمين كان منك لك تكر كرا ككر الكر في كبد تبكي مشكشكة كلكلك لكك كفاك ما بي كفاف الكاف كربته يا كوكبا كان يحكي كوكب الفلك. ഇരുന്നോളൂ. ഇനി പറയാൻ പറ്റുന്ന ആൾക്ക് ഇത് നിങ്ങൾക്ക് വന്നിട്ട് വായിക്കട്ടോ. എല്ലാവരും ഇരുന്നോളൂ. ഇതേപോലെ വായിക്കാൻ പറ്റുന്ന ആൾക്ക് 5000 രൂപയാണ്. ആദ്യം കൈ പൊന്തിക്കുന്ന ആൾക്കാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. നോക്കി വായിക്കാനാണ്. അപ്പോൾ ഒന്നിനല്ലേ? ഒരു ചാൻസ് കൂടി കൊടുക്കല്ലേ? Give a loud applause. Give a loud applause. Clap it. ആൺകുട്ടിയിൽ നിന്ന് ഒരാൾക്ക് ചാൻസ് ഉണ്ട്. തെറ്റാതെ വായിക്കണം എന്നുള്ളതാണ് കേട്ടോ നിബന്ധന. ഒരാൾക്കാണ് ചാൻസ് ഉള്ളത്. വാ. Give a loud applause. Clap it. ഒരു ചാൻസ് കൂടി കൊടുക്കല്ലേ?
ആ ഹർക്കത്ത് ഉണ്ടാവില്ല കേട്ടോ. ഈ അറബി കിതാബുകൾ നോക്കുകയാണെങ്കിൽ ഹർക്കത്ത് ഉണ്ടാവില്ല. ഹർക്കത്ത് ശരിക്കും ഹർക്കത്ത് എങ്ങനെയാണ് ഇടണമെന്ന് നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ എറാബ് പഠിക്കണം. എറാബ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ഇങ്ങനെ മെൻഷൻ ചെയ്യാം. അതായത് അറബി ഭാഷകൾ പേപ്പറൊക്കെ നോക്കിയിട്ടുണ്ടോ? അറബി പേപ്പറുകൾ അതിൽ ഹർക്കത്ത് ഉണ്ടാവും. കാരണം എന്താ? ശരിക്കും ഹർക്കത്ത് എന്നുള്ളത് ബേസിക്കായിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ മാത്രം വേണ്ടിയ സാധനമാണ്. കുറച്ച് ഹൈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹർക്കത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എറാബ് പഠിച്ചാൽ മതി. എറാബിന് ഏറ്റവും നല്ല ഗ്രന്ഥം എന്ന് പറയുന്നത് അജുറുമിയ ഗ്രന്ഥമാണ്. അത് ശരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിലൊക്കെ അടിച്ചാൽ മതി. കിതാബുൽ അജുറുമിയ എന്നുള്ള കാണാൻ പറ്റും. ഇന്നൽ കലാമ ഇൻദനാ ഫലസ്തമി' ലഫ്ൽ മുറക്കബൻ മുഫീദൻ ഖദ് വദഅ അഖ്സാമുഹു അല്ലതി അലൈഹാ യുബ്നാ ഇസ്മുഹു വഫഅലു തുമ്മ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കിതാബാണത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവും. എന്തായാലും ചാൻസ് കൊടുക്കല്ലേ അതിന്. كفاك ربك يكفيك وكفاك فهاكم ككمي ككبير كان منك لك تكرر كرفيك كبد تبكي مشكشك كالكلتي لك كفاك ما بي كفاك كافا. Give a loud applause. അപ്പോൾ 7 രൂപ ഞാൻ തന്നെ എടുത്തുകൊണ്ടുപോകാം. ചാൻസ് കഴിഞ്ഞു. നമുക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. അറബി ഭാഷ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട ചില മെത്തഡോളജികളാണെന്ന് ഞാൻ ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ അറബി ഭാഷയുടെ ഓപ്പർച്യൂണിറ്റികൾ എന്ന് പറയുന്നത്, അതിൻ്റെ അവസരങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. സോ ഫോക്കസ് ഓൺ ഷാർപ്പണിങ് യുവർ ലാംഗ്വേജ്. നിങ്ങൾക്ക് കഴിയുന്ന അത്ര നിങ്ങൾ ലാംഗ്വേജ് ഷാർപ്പൺ ചെയ്യുക. അതിൻ്റെ ബേസാണ് മഖാരിജുൽ ഹുറൂഫ് എന്ന് പറയുന്നത്. അറബി ഭാഷയായിട്ട് നിങ്ങൾക്ക് അറബികളെ പോലെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മഖാരിജുൽ ഹുറൂഫ് റെഡിയാക്കി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഡു ദാറ്റ്. മേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗിവ് us all the ability to speak the language. ഏറ്റവും നല്ല രീതിയിൽ ഭാഷ സംസാരിക്കാനും അത് വെച്ചിട്ട് ജീവിതത്തിൽ നല്ല ഡെവലപ്പ് ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.